എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭാരതീയ തത്വജ്ഞാനവും യോഗയുടെ അടിസ്ഥാനത്തിലും പ്രാണന്റെ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആത്മീയ ഊർജങ്ങളെയാണ് ചക്രങ്ങൾ എന്ന് വിളിക്കുന്നത്. നാഡിയുടെ സംഗമ സ്ഥാനങ്ങളാണ് ഈ ചക്രങ്ങൾ. മനുഷ്യ ശരീരത്തിൽ 114 ചക്രങ്ങളുണ്ട്. അതിൽ പ്രധാനമായത് സുഷുമ്ന നാഡിയിൽ സ്ഥിതി ചെയ്യുന്ന 7 ചക്രങ്ങളാണ്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപ്പൂരകം, അനാഹത, വിശുദ്ധ, ആജ്ഞ, സഹസ്രാര എന്നിവയാണ് അവ. കഴിഞ്ഞ അധ്യായത്തിൽ ഈ 7 ചക്രങ്ങൾ ആക്റ്റീവ് ആകാതെ ഇരുന്നാലുള്ള പോരായ്മകൾ എന്തൊക്കെയെന്ന് പറഞ്ഞിരുന്നു. ഇനി ഈ അധ്യായത്തിൽ മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ചക്രങ്ങൾ ആക്റ്റീവായി ഇരുന്നാലുള്ള മേന്മകൾ അഥവാ ഗുണഫലങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുക, എങ്കിൽ മാത്രമേ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാവൂ. ആദ്യത്തേത് മൂലാധാര ചക്രം. ഗുദദ്വാരത്തിനും ലിംഗത്തിനും ഇടയിൽ 4 ഇതളുകളുള്ള താമരയുടെ ആകൃതിയിൽ ചുവന്ന നിറത്തിൽ കാണുന്ന ചക്രമാണ് റൂട്ട് ചക്ര അഥവാ മൂലാധാര ചക്രം. മൂലാധാര ചക്രം പോലും ആക്റ്റീവ് അല്ല എങ്കിൽ അവർ എങ്ങനെയായിരിക്കുമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. തീർച്ചയായും കാണുക. മൂലാധാര ചക്രം ആക്റ്റീവായി ഇരുന്നാലുള്ള മേന്മകൾ എന്തൊക്കെയെന്ന് നോക്കാം. ജീവിക്കാനുള്ള ആഗ്രഹം കൂടി വരിക, സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ കഴിയുക, ഭൂമിയോട് അടുപ്പമുണ്ടാവുക, അതായത് കൃഷികാര്യത്തിലും അതുപോലെ പ്രകൃതിയോട് സ്നേഹവും ഉണ്ടാവുക, ഈ ലോകത്തിൽ താൻ സുരക്ഷിതനാണെന്ന് തോന്നൽ ഉണ്ടാവുക, സ്ഥിരമായി നല്ല ചിന്തകൾ ഉണ്ടാവുക, ചെയ്യുന്ന കർമ്മത്തിൽ ഉത്സാഹം ഉണ്ടാകുക, മറ്റുള്ളവരെ വിശ്വസിക്കാൻ തുടങ്ങുക, ഏത് കാര്യത്തിലും ധൈര്യമുണ്ടാവുക, ഇവയൊക്കെയാണ് മൂലാധാര ചക്രം ആക്റ്റീവായിരുന്നാലുള്ള ഗുണങ്ങൾ. മറ്റ് ഗുണങ്ങൾ കൂടി നോക്കാം. ധീരതയും നിർഭയത്വവും ആത്മാനുഭൂതിയും ഇവയെല്ലാം ഉണ്ടാവുന്നു. സിദ്ധികൾ പ്രാപ്തമാകണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞവ ഉണ്ടായിരിക്കണമല്ലോ, അല്ലേ? സിദ്ധികൾ പ്രാപ്തമാകണമെങ്കിൽ മൂലാധാര ചക്രത്തെ തന്നെ ആദ്യം ഉണർത്തുക. അടുത്തത് സ്വാധിഷ്ഠാന ചക്രം. ലിംഗത്തിൽ നിന്ന് 4 അങ്കുലം മുകളിലായി 6 ഇതളുകളുള്ള താമരപ്പൂവിന്റെ ആകൃതിയിൽ ഓറഞ്ച് നിറത്തിൽ കാണുന്ന രണ്ടാമത്തെ ചക്രമാണ് സാക്രൽ ചക്ര അഥവാ സ്വാധിഷ്ഠാന ചക്രം. സ്വാധിഷ്ഠാന ചക്രം ആക്റ്റീവായിരുന്നാൽ ലഭിക്കുന്ന മേന്മകൾ എന്തൊക്കെയെന്ന് പറയാം. ആത്മവിശ്വാസം വർദ്ധിക്കുക, നല്ല ആളുകളോട് മാത്രം സമയം ചെലവഴിക്കുക, സമൂഹത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളിൽ താല്പര്യം വരിക, സ്വതന്ത്രനായി കഴിയുന്നു എന്ന തോന്നലുണ്ടാവുക, എന്തെങ്കിലും പുതിയത് ചെയ്യണമെന്ന തോന്നലുണ്ടാവുക, മറ്റുള്ളവരിൽ നിന്ന് താൻ വ്യത്യസ്തനാണെന്ന് ചിന്ത ഉണ്ടാവുക, സ്വന്തം മനസ്സിന് ഇഷ്ടമുള്ള കർമ്മങ്ങൾ തിരഞ്ഞെടുക്കുവാൻ കഴിയുക എന്നിവയൊക്കെയാണ് സ്വാധിഷ്ഠാന ചക്രം ആക്റ്റീവായിരുന്നാലുള്ള ഗുണങ്ങൾ. സ്വാധിഷ്ഠാന ചക്രം ആക്റ്റീവായിരുന്നാൽ ലഭിക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ എന്തൊക്കെയെന്ന് കൂടി പറയാം. ആനന്ദം, വിനോദം ഇവയെല്ലാം ആവശ്യമായ ഘടകങ്ങൾ തന്നെയാണ്, എങ്കിലും അതിൽ മുഴുകിപ്പോകാൻ പാടില്ല. ഈ ചക്രം ആക്റ്റീവായി കഴിഞ്ഞാൽ സിദ്ധികൾ നിങ്ങളെ തേടിയെത്തും. കൂടാതെ ക്രൂരത, അഹങ്കാരം, അവജ്ഞ, ആലസ്യം, അവിശ്വാസം ഇവയെല്ലാം നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അടുത്തത് മണിപ്പൂരകം. നാസിക്ക് തൊട്ട് താഴെയായി 10 ഇതളുകളുള്ള താമരപ്പൂവിന്റെ ആകൃതിയിൽ മഞ്ഞ നിറത്തിൽ സോളാർ പ്ലെക്സസ് അഥവാ മണിപ്പൂരക ചക്രം കാണുന്നു. മണിപ്പൂരക ചക്രം ആക്റ്റീവായിരുന്നാൽ എന്തെല്ലാം മേന്മകളെന്ന് നോക്കാം. മണിപ്പൂരക ചക്രം ആക്റ്റീവായിരിക്കുന്നവരെ കർമ്മയോഗികൾ എന്നാണ് വിളിക്കുന്നത്. ഇവർ ലോകത്തിലെ ഏത് കാര്യങ്ങളും ഉത്സാഹപൂർവം ചെയ്യാൻ തയ്യാറാകുന്നവരാണ്. ഉയർന്ന പദവി ലഭിക്കുക,
പേരും പ്രശസ്തിയും ധനവും ഉണ്ടാവുക, ദൃഢനിശ്ചയവും ജ്ഞാനപ്രാപ്തിയും ഉണ്ടാവുക, തമാശ പറയാനും ചിരിപ്പിക്കാനുമുള്ള കഴിവുണ്ടാവുക, അറിവ് നേടാനുള്ള ആഗ്രഹം വർദ്ധിക്കുക, സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ്, ഇവയെല്ലാം ഉണ്ടാവുക. ഇതെല്ലാമാണ് മണിപൂരക ചക്രം ആക്റ്റീവായിരുന്നാലുള്ള ഗുണങ്ങൾ. അതുപോലെ തന്നെ മണിപൂരക ചക്രം സജീവമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് അസൂയ, എന്തിനോടുമുള്ള ആസക്തി, ലജ്ജാഭാവം, ഭയം, വിദ്വേഷം ഇവയെല്ലാം ഒഴിഞ്ഞുപോകുന്നു. അതുപോലെ ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു. സിദ്ധികൾ പ്രാപ്തമാകണമെങ്കിൽ ആത്മവിശ്വാസം വളരെ അത്യാവശ്യമാണ്. ഞാൻ വെറുമൊരു ശരീരമല്ല, ആത്മാവാണ് എന്ന തോന്നൽ വരുന്നത് മണിപൂരക ചക്രം ആക്റ്റീവായിരിക്കുമ്പോഴാണ്. ആത്മബലവും ആത്മവിശ്വാസവും കൈമുതലായുള്ളവർക്ക് ലക്ഷ്യപ്രാപ്തി എന്നത് വളരെ നിസ്സാരമായിരിക്കും, അല്ലെ? അടുത്തത് അനാഹത ചക്രം. ഹൃദയത്തിനടുത്തായി 12 ഇതളുകളുള്ള താമരപ്പൂവിന്റെ ആകൃതിയിൽ പച്ച നിറത്തിൽ 2 രത്നങ്ങൾ പതിപ്പിച്ചതുപോലെ ഹേർട്ട് ചക്ര അഥവാ അനാഹത ചക്രം കാണുന്നു. എപ്പോഴും എന്തെങ്കിലും പുതിയത് നിർമ്മിക്കണം എന്ന തോന്നലുള്ളവരുടെ അനാഹത ചക്രം ആക്റ്റീവായിരിക്കും. അനാഹത ചക്രം ആക്റ്റീവായിരുന്നാലുള്ള ഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. കുടുംബക്കാരോടും അതുപോലെ ബന്ധക്കാരോടും സ്നേഹബന്ധം ദൃഢമാകുക, അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക, മനസ്സിനെ സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവരാനാകുക, എല്ലാവരോടും ദയാഭാവം ഉണ്ടാവുക, മനസ്സ് എപ്പോഴും ശാന്തമായി ഇരിക്കുക, എല്ലാവരെയും സഹായിക്കണമെന്നുള്ള മനോഭാവം വരിക. ഇവയൊക്കെയാണ് ഹൃദയചക്രം ആക്റ്റീവായിരുന്നാലുള്ള ഫലങ്ങൾ. മറ്റ് ഗുണങ്ങൾ എന്തൊക്കെയെന്ന് കൂടി പറയാം. കാപട്യം, വ്യാമോഹം, അഹങ്കാരം, വിവേചനാധികാരം, ധാർഷ്ട്യം ഇവയെല്ലാം അകലുന്നു. അതുപോലെ അറിവ് സ്വയം പ്രകടമാവുകയും ചെയ്യും. ഏതൊരു കാര്യത്തെയും സ്വന്തം കാര്യമായി കരുതി ആത്മാർത്ഥതയോടെ ചെയ്യുവാനുള്ള മനസ്സും ഉണ്ടാവുന്നു. അടുത്തത് വിശുദ്ധ. സരസ്വതിയുടെ സ്ഥാനമായ കഴുത്തിൽ 16 ഇതളുകളുള്ള താമരപ്പൂവിന്റെ ആകൃതിയിൽ നീല നിറത്തിൽ ത്രോട്ട് ചക്ര അഥവാ വിശുദ്ധ ചക്രം കാണുന്നു. വിശുദ്ധ ചക്ര ആക്റ്റീവായിരിക്കുന്ന വ്യക്തികൾ ശക്തിശാലികളായിരിക്കും. വിശുദ്ധ ചക്രം ആക്റ്റീവായിരുന്നാലുള്ള മേന്മകൾ എന്തൊക്കെയെന്ന് കൂടി നോക്കാം. മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള കഴിവ് വർദ്ധിക്കുന്നു. അതുപോലെ എല്ലാവരും ഇവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും ഇവരെ വിശ്വസിക്കുകയും ചെയ്യും. നല്ല മധുര ശബ്ദത്തിന്റെ ഉടമകളായിരിക്കും ഇവർ. ഇവർ നല്ല പാട്ടുകാരോ നല്ല പ്രാസംഗികരോ ആയിരിക്കും. ഈ ഗുണങ്ങളൊക്കെ വിശുദ്ധ ചക്രം ആക്റ്റീവായിരുന്നാൽ ലഭിക്കുന്നു. മറ്റു ചില മേന്മകൾ എന്തൊക്കെയെന്ന് കൂടി പറയാം. കലാപരമായ ഉയർച്ചയിലെത്തുവാനും അതുപോലെ വിശപ്പും ദാഹവും നിയന്ത്രിക്കാനുള്ള കഴിവും ഇവർക്ക് ഉണ്ടാവുന്നു. അടുത്തത് ആജ്ഞാചക്രം. പുരികങ്ങളുടെ ഇടയിലായി 2 അല്ലെങ്കിൽ 96 ഇതളുകളുള്ള താമരപ്പൂവിന്റെ ആകൃതിയിൽ ഇന്ദിക നിറത്തിൽ ബ്രോ ചക്ര അഥവാ ആജ്ഞാചക്രം കാണുന്നു. ആജ്ഞാചക്രം ആക്റ്റീവായിരിക്കുന്ന വ്യക്തി അതിബുദ്ധിമാനും അതുപോലെ ദീർഘദൃഷ്ടിയുള്ളവനും ആയിരിക്കും. അതുപോലെ ആത്മീയവും ഭൗതികവുമായ എല്ലാ അറിവുകളും നേടുന്നവനും കൂടാതെ തേജസ്വിയും ആയിരിക്കും. ആജ്ഞാചക്രം ഉണർന്നിരുന്നാൽ അഥവാ ആക്റ്റീവായിരുന്നാലുള്ള ഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇവർക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നു. പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുക, ആളുകളെ കാണുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക, മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ കഴിയുക, ദൂരെയുള്ള വ്യക്തികളിലേക്ക് ഒന്നിൻ്റെയും സഹായമില്ലാതെ മനസ്സിലെ സന്ദേശങ്ങൾ അയക്കാൻ കഴിയുക, അതുപോലെ തന്നെ ഇവരുടെ മനസ്സെപ്പോഴും ആനന്ദാവസ്ഥയിൽ ആയിരിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ആജ്ഞാചക്രം ആക്റ്റീവായിരുന്നാലുള്ള ഗുണങ്ങൾ. മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയാം.
അപാരമായ സിദ്ധിയുള്ളവരും ആത്മീയ ശക്തിയുള്ളവരും ആയിരിക്കും ഇവർ. ആജ്ഞാചക്രം ആക്റ്റീവായിരിക്കുന്നവരെയാണ് സിദ്ധപുരുഷൻ എന്ന് പറയുന്നത്. അടുത്തത് സഹസ്രാര ചക്രം. തലച്ചോറിന്റെ മധ്യഭാഗത്തായി 1000 ഇതളുകളുള്ള താമരപ്പൂവിന്റെ ആകൃതിയിൽ സ്വർണവും വയലറ്റും ഇടകലർന്ന നിറത്തിൽ ക്രൗൺ ചക്ര അഥവാ സഹസ്രാര ചക്രം കാണുന്നു. നിയമങ്ങൾ അനുസരിച്ച് സഹസ്രാര ചക്രത്തെ ആക്റ്റീവാക്കാൻ സാധിച്ചാൽ പരമാത്മാവിനോട് നേരിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. സഹസ്രാര ചക്രം ആക്റ്റീവായിരുന്നാൽ എന്തൊക്കെ പ്രഭാവങ്ങളാണെന്ന് പറയാം. ലോകത്തോടും ദേവനോടും ദൃഢമായ ആത്മബന്ധം ഉണ്ടാവുക, തനിക്ക് എന്തെല്ലാം ചെയ്യണമെന്ന കാര്യം ഭഗവാൻ നേരിട്ടായിരിക്കും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുക, താൻ ആര് എന്ന ബോധം വരിക, ഇവർ എപ്പോഴും എല്ലാം ത്യജിച്ച് സ്വയം ഈശ്വരനിൽ അർപ്പിച്ച് മനസ്സെപ്പോഴും ആനന്ദാവസ്ഥയിലും ആയിരിക്കും. പരമഹംസപദം പ്രാപ്തമാക്കിയവരാണ് സഹസ്രാര ചക്രം ആക്റ്റീവായിരിക്കുന്നവർ. നിങ്ങൾ മുമ്പ് പറഞ്ഞ വീഡിയോയും കണ്ടു കാണുമല്ലോ. അതിൽ ചക്രങ്ങൾ ആക്റ്റീവായിരുന്നതിനുള്ള പോരായ്മകളെ പറ്റി പറഞ്ഞിരുന്നു. ഇത് രണ്ടും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ഏത് ചക്രമാണ് ആക്റ്റീവായിരിക്കുന്നതെന്നും ഏത് ചക്രമാണ് ആക്റ്റീവ് ആക്കേണ്ടതെന്നും മനസ്സിലാകും. അടുത്ത അധ്യായത്തിൽ ചക്രങ്ങളെ ആക്റ്റീവാക്കാൻ ചെയ്യേണ്ട വിധികൾ എന്താണെന്ന് പറയാം. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമന്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.